ഇതേതാ മാവെന്ന് അറിയാമോ? ഇതാണ് നമ്മുടെ ജപ്പാൻകാർ വിൽക്കുന്ന ഏറ്റവും വില കൂടിയ മാവെന്ന് വിശേഷിപ്പിക്കുന്ന മിയാസാക്കിയുടെ ഇപ്രാവശ്യം നമുക്ക് കായ്ച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒത്തിരിയധികം വലിയ ട്രീ ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ കായ്ച്ചത് ഒരു മീഡിയം സൈസ് പ്ലാന്റിലാണ്. തുടക്കത്തിൽ തന്നെ എൻ്റെ മാങ്ങ ഉണ്ടാകുമ്പോൾ തന്നെ എൻ്റെ കളർ കണ്ടോ, റെഡ് കളറിലാണ് വരുന്നത്. ഇനി കുറച്ചുകൂടെ ഉണ്ണിമാങ്ങ ആയതിനു ശേഷമാണ് ഇതിനെ നമ്മൾ കവറിലേക്ക് മാറ്റാൻ പോകുന്നത്. ഇത് മുകളിലൊക്കെയും നിൽപ്പുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് ഇടങ്ങളിലായിട്ട് ഒത്തിരിയധികം കായ്ച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കണ്ടോ, ഇങ്ങനെയാണ് നിലവിൽ മാങ്ങയുടെ ഒരു സൈസ് കിട്ടിയിട്ടുള്ളത്. ഇത് വലുതാകുന്നതിനനുസരിച്ചാണ് ശരിക്കും ഇതിൻ്റെ കായ നമുക്ക് ഇതുപോലെയായി വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഉള്ളത് പ്രീമിയം ഡ്രമ്മിലാണ്. ഇത്തരത്തിലുള്ള ഡ്രമ്മിലാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മീഡിയം സൈസ് പ്ലാന്റിലാണ് കായ്ച്ചത്. വലിയ പ്ലാന്റുകളൊക്കെ ഫ്ലവറായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലുതാവുന്നതിനനുസരിച്ചിട്ടുള്ള ഇതിൻ്റെ മറ്റു കാര്യങ്ങളും ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഒത്തിരിയധികം പ്ലാന്റ്സ് മിയാസാക്കിയുടെ ഉണ്ടെങ്കിലും നമുക്ക് ആകെ ഈ ഒരു രീതിയിലുള്ള പ്ലാന്റിലാണ് നമുക്ക് കായ ആദ്യമായിട്ട് കിട്ടിയത്. അപ്പോൾ മിയാസാക്കി വലിയ ഒരു സംഭവമായിട്ടൊന്നും നമുക്ക് തോന്നുന്നൊന്നുമില്ല. നമ്മുടെ നോർമൽ മാങ്ങകൾ ഉള്ളതുപോലെ തന്നെ ഉള്ളൊരു മാങ്ങയാണ്. നമ്മുടെ ഇന്ത്യയിൽ വരുന്നത് എനിക്ക് തോന്നുന്നത് മിയാസാക്കിയുടെ അതായത് ഒറിജിനൽ വെർഷൻ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. കാരണം അതിൻ്റെ ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും വ്യത്യാസമുള്ള തരം മിയാസാക്കി മാവുകളാണ് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ഇത് വളർന്നു വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ അപ്ഡേഷൻസും ഇതിൻ്റെ എന്താ പറയുക മാങ്ങ ആയി കഴിയുമ്പോഴുള്ള അതിൻ്റെ റിവ്യൂ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.